മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണിയാണ് ഇപ്പോൾ ഉമ തോമസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇത്തരം ഒരു അപ്ഡേറ്റ് നൽകിയത്. MLA ICUവിലേക്ക് മാറ്റിയെന്നും അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലല്ല എന്നുമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അങ്ങനെ പറയാറായിട്ടില്ല, പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയേണ്ട കാര്യമില്ല. ബട്ട് ഷീ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് ഹിമോഡൈൻ, BP, എവറിത്തിങ് ഈസ് ഹോൾഡിങ്. ഷീ സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവും, ലങ്സിലൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. നട്ടലിൽ ചെറിയ പരിക്കുകളേ ഉള്ളൂ, സെർവൈക്കൽ സ്പൈനിൽ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ ലങ്സിനകത്ത് ആണ് നമുക്ക് ചെറിയ റിഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ ആ റിഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹീമോതൊറാക്സ് എന്ന് പറയും, രക്തം കുറച്ച് ലങ്സിലുണ്ട്. അതർവൈസ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്. നല്ലൊരു ലാസറേറ്റ്, നല്ലൊരു വൂണ്ട് തലയോട്ടിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. സ്യൂച്ചർ ചെയ്തു, പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 hours വാച്ച് ചെയ്യുക. പേഷ്യൻറ്റ് ഈസ് ഓൺ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. അപ്പോൾ 24 hours വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് ആൻഡ് വെൻ ഷീ ഇംപ്രൂവ്സ് സ്ലോലി വിൽ വീൻ ഓഫ്, പതുക്കെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഒരു ടീമിനെ വിട്ടിട്ടുണ്ട് ഫോർ അണ്ടർ ഡോക്ടർ ജയകുമാർ, സപ്പോസ് ടു ബി, അങ്ങനെ ഞാൻ അറിഞ്ഞത്, കളക്ടറും പറഞ്ഞത്, മിനിസ്റ്ററും. അപ്പോൾ അവർ 10:30, 11 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ എക്സ്പേർട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ അബ്സോർബ്. അവരെന്ത് പറയുന്നത് നമ്മളത് ഫോളോ.